ഒരു പെൺകുട്ടി ആൺകുട്ടിക്കൊപ്പം ബൈക്കിൽ സഞ്ചരിച്ചാൽ അത് പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്യാനാണോ? രണ്ട് മതങ്ങളിൽപ്പെട്ടവരാണെങ്കിൽ മതവികാരം വ്രണപ്പെടുത്തുമോ? രണ്ടു പേർക്കും പരാതിയില്ലെങ്കിലും പോലീസ് കേസെടുക്കുമോ? ഇങ്ങനെയൊന്നും കേരളത്തിൽ സംഭവിക്കില്ലെന്ന് കരുതി സമാധാനിക്കുന്നവരാണ് നമ്മൾ. കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് ഇതാണ്. മതനിരപേക്ഷ സമൂഹമെന്ന് അഭിമാനിക്കുന്ന നമ്മൾ ആശങ്കപ്പെടേണ്ട ആ വാർത്തയിലേക്കാണ് ഇനി. മാസം മുൻപ് നടന്ന സംഭവം ഇപ്പോഴാണ് പുറത്തു വരുന്നത്. സെപ്റ്റംബർ 13 നാട്ടിലെങ്ങും നടക്കുന്നത് പോലെ ഒരു ഓണാഘോഷം കാസർകോട്ടെ യുണൈറ്റഡ് മെഡിക്കൽ സെന്റർ ആശുപത്രിയിലും നടന്നു. ശേഷം ജീവനക്കാരെല്ലാവരും ഒന്നിച്ചിരിക്കവേ 2 മാസത്തെ ട്രെയിനിങ്ങിനായി ആശുപത്രിയിലെത്തിയ 17-കാരി നഴ്സിംഗ് വിദ്യാർത്ഥിനി ആ സ്ഥാപനത്തിലെ ജീവനക്കാരനും ലക്ഷദ്വീപ് സ്വദേശിയുമായ ഒരു യുവാവിനോട് ഒരാഗ്രഹം പറഞ്ഞു. നഗരത്തിൽ ബൈക്കിൽ ഒരു ചെറിയ റൈഡിന് പോകണം. സന്തോഷത്തിന്റെ നിമിഷത്തിൽ സൗഹൃദത്തിന്റെ ഭാഷയിൽ ഒരാഗ്രഹം. ഇരുവരും ഒന്നിച്ച് എല്ലാവരുടെയും മുന്നിൽ വച്ചു തന്നെ ബൈക്കെടുത്ത് നഗരത്തിലൊന്ന് ചുറ്റി തിരിച്ചു വന്നു. അവിടെയായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം. ഇരു മതവിഭാഗങ്ങളിൽപ്പെട്ടവർ ഒരുമിച്ച് ബൈക്കിൽ സഞ്ചരിച്ചത് അംഗീകരിക്കാനാകില്ലെന്ന് ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന BJP അനുകൂലികൾ പറഞ്ഞെന്ന് യുവാവ് പറയുന്നു. കാര്യങ്ങൾ അവിടെ തീർന്നില്ല. കുറച്ച് വിരോധികൾ, എന്താ പറയുന്നത്, മതം അങ്ങനെ കാണുന്ന കുറെ ആൾക്കാർ ഓഫീസിലേക്ക് പോയി. അതായത് ഹോസ്പിറ്റലിന്റെ MD റൂമാണ്. MD റൂമിലേക്ക് അവരാൻ വാതില്ലാണ്ട് ഇവര് കയറിയത്. ആ ഹോസ്പിറ്റൽ റൂമിനടുത്ത് CCTV ക്യാമറ അവർ ഓപ്പൺ ആക്കി ഞങ്ങളെ വരുന്ന പോകുന്നൊക്കെ വീഡിയോ അവരെടുത്ത് ഇവര് പുറത്തോട്ട് ലീക്കാക്കിയത്. അതായത് വേറെ ഈ പാർട്ടിക്കാരതും അവരുടെ കയ്യിലേക്കുള്ള എല്ലാം അവര് കൊടുത്തതാണ് സംഭവം. ആരോ ഇത് പോലീസിനെ അറിയിച്ചു. സംഭവത്തിൽ സ്വമേധയാ പോലീസ് കേസെടുത്തു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ദുരുദ്ദേശത്തോടെ ചെറുപ്പക്കാരൻ തട്ടിക്കൊണ്ടുപോയെന്ന് FIR-ൽ കാസർഗോഡ് വനിതാ പോലീസ് എഴുതി വച്ചു. അപ്പോ അതിനുശേഷം പിന്നെ ഇങ്ങനെ കുറെ ആൾക്കാരൊന്നും പ്രശ്നമാക്കുമ്പോ ജസ്റ്റ് ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി ഒരു പേപ്പർ കൊടുത്തു. ജസ്റ്റ് ഒന്ന് അന്വേഷണം ഇങ്ങനെ പോയിട്ട് വന്ന് അതില് ഞാൻ ആ കുട്ടീനെ അബ്യൂസ് ചെയ്തെന്നോ അങ്ങനെ ഒന്നും ഡോക്ടർ ഹോസ്പിറ്റലിന്റെ ലെഡ്ജറിലില്ല. ജസ്റ്റ് ഒന്ന് അന്വേഷിക്കണമെന്ന് മാത്രം. ഓക്കെ. പക്ഷെ അത് പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോ എന്തോ ഞാൻ കിഡ്നാപ്പിംഗ് കേസാക്കി മാറിയത്. തട്ടിക്കൊണ്ടുപോയി എന്നുള്ള കേസാക്കി മാറ്റി. ഒരു സൗഹൃദത്തെ വർഗീയമായി ഉപയോഗിക്കാൻ കൊണ്ടുപിടിച്ച ശ്രമം നടക്കവേ തന്നെയായിരുന്നു ഈ പോലീസ് ഇടപെടൽ. യുണൈറ്റഡ് മെഡിക്കൽ സെന്റർ നൽകിയ കത്തായിരുന്നു കേസെടുക്കാനുള്ള പോലീസിന്റെ ന്യായീകരണം. ആശുപത്രി മാനേജ്മെന്റ് സെപ്റ്റംബർ 19 പോലീസിന് ഒരു കത്ത് നൽകി. പെൺകുട്ടിയും ആൺകുട്ടിയും രാത്രി ഒരുമിച്ച് പുറത്തുപോയി. തിരിച്ചു വന്ന ട്രെയിനിയായ പെൺകുട്ടി ആശുപത്രി ഹോസ്റ്റലിൽ താമസിച്ച് അടുത്ത ദിവസം രാവിലെ വീട്ടിലേക്ക് തിരിച്ചുപോയി. ഇതിൽ വിവേകപൂർവ്വമുള്ള അന്വേഷണം വേണമെന്ന് ആശുപത്രി അധികൃതർ ആവശ്യപ്പെട്ടു. വിഷയം വർഗീയമായി ഉപയോഗിക്കപ്പെടാനുള്ള സാധ്യതയും കത്തിൽ പറയുന്നുണ്ട്. പക്ഷേ വിവേകപൂർവമായ അന്വേഷണമൊന്നും നടന്നില്ല. കത്ത് പോലീസ് ആയുധമാക്കി. ഭാരതീയ ന്യായ സംഹിത 137 വകുപ്പ് പ്രകാരം തട്ടിക്കൊണ്ടുപോകൽ കുറ്റം ചുമത്തി ആൺകുട്ടിക്കെതിരെ കേസ്. പുറത്തുനിന്നുള്ള ഈ പാർട്ടിക്കാരുടെ പ്രശ്നം മൂലം ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ആക്കാൻ പോയി. കാരണം ഞാൻ എന്തെങ്കിലും ആ കുട്ടി അബ്യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ആക്കാൻ വേണ്ടി റിസൾട്ട് നെഗറ്റീവ്. കാരണം അങ്ങനൊന്നും ഇല്ല, അത് ചെയ്തിട്ടൊന്നും കറക്റ്റ് കൊണ്ടുവന്നു. പക്ഷെ അത് അവരെ വിശ്വസിക്കാണ്ട് ടെസ്റ്റ് ചെയ്തു. അപ്പൊ എന്നോട് പറഞ്ഞു ടെസ്റ്റ് നെഗറ്റീവ് ആയി എന്നോട് മാപ്പ് പറയണം. പക്ഷെ അവര് വീണ്ടും ആ കുട്ടിയുടെ അമ്മന്റെ അടുത്ത് പോയിട്ട് കുറെ പ്രാവശ്യം ഇങ്ങനെ പോയി എടുത്തോണ്ട് എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് മാറ്റി പറയാൻ പറ്റുമോ? പ്രഷറായില്ല. പരാതി അന്വേഷിക്കാനും മൊഴിയെടുക്കാനും എന്ന പേരിൽ പെൺകുട്ടിയുടെ വീട്ടിൽ പോലീസ് പല തവണ എത്തി. യുവാവിനെതിരെ ഒരു പരാതിയും തനിക്കില്ലെന്ന് പെൺകുട്ടി ആവർത്തിച്ചു പറഞ്ഞു. എന്നിട്ടും അയാൾക്കെതിരെ മൊഴി ശേഖരിക്കാൻ സർവ്വശ്രമവും നമ്മുടെ പോലീസ് നടത്തി. ഒരു തരത്തിലുള്ള പരാതിയുമില്ലെന്ന് കുട്ടിയുടെ അമ്മയും ഉറപ്പിച്ചു പറഞ്ഞു. എന്നിട്ടും കാസർഗോഡ് വനിതാ പോലീസ് സ്റ്റേഷനിലെ SI അജിത K കേസെടുത്തു. ഇതിനിടെ കുടുംബത്തിനുമേലും യുവാവിനെതിരെ മൊഴി നൽകണമെന്ന സമ്മർദ്ദവുമായി പലരുമെത്തി. പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തോ എന്നറിയാൻ വൈദ്യ പരിശോധന നടത്തിയേ പറ്റൂവെന്ന് പോലീസ്. സമ്മർദ്ദം ശക്തമായപ്പോൾ പെൺകുട്ടിക്ക് അതിനും സമ്മതിക്കേണ്ടി വന്നു. 17-കാരി മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമായി. ഫലം വന്നപ്പോൾ എല്ലാ സംശയവും തീർന്നു. ഫലം നെഗറ്റീവ്.
കേസെടുത്ത നിലയ്ക്ക് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ആൺകുട്ടി കാസർഗോഡ് സെഷൻസ് കോടതിയിലെത്തി. ജാമ്യാപേക്ഷയെ എതിർത്ത് പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ച വാദം ഞെട്ടിക്കുന്നതായിരുന്നു. ജാമ്യം നൽകിയാൽ വർഗീയ പ്രശ്നമായി മാറുമത്രേ. പക്ഷെ പെൺകുട്ടിയുടെ അമ്മ കോടതിയിലെത്തി തങ്ങൾക്ക് പരാതിയില്ലെന്ന് വ്യക്തമാക്കി. പല തവണ ആവർത്തിച്ചിട്ടും പോലീസ് കേൾക്കാൻ തയ്യാറാകാത്ത സ്വന്തം ഭാഗം കേൾക്കാൻ കോടതിയെങ്കിലും തയ്യാറാകണമെന്ന് അവർ അഭ്യർത്ഥിച്ചു. കുട്ടിയുടെ അമ്മയെ സാക്ഷിയാക്കാൻ തയ്യാറായില്ലെങ്കിലും കോടതി ഡിസംബർ 3 യുവാവിന് ജാമ്യം അനുവദിച്ചു. കുട്ടിയുടെ അമ്മ തന്നെ പറഞ്ഞതനുസരിച്ച് തുടരെ വീണ്ടും മൊഴിയെടുക്കുകയാണ്. കാരണം പോലീസിൻ്റെ വാദത്തിന് സാധൂകരിക്കുന്ന മൊഴി കിട്ടുമോ എന്നറിയാൻ വേണ്ടി ചെയ്തു എന്നുള്ളതാണ് അവരുടെ തന്നെ ആരോപണം. അതിനുശേഷം കൗൺസിലിംഗ് എന്ന വ്യാജേന പെൺകുട്ടിയെ മെഡിക്കൽ എക്സാമിനേഷന് വിധേയമാക്കിയെങ്കിലും അവിടെയും പോലീസിന് സഹായകമായ രീതിയിലുള്ള ഒന്നും ലഭിക്കുകയുണ്ടായില്ല. തുടർന്ന് മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ നൽകിയ രഹസ്യമൊഴിയിലും തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് മേൽ ബൈക്ക് യാത്രക്ക് പോയതെന്നും പ്രതിയുമായി യാതൊരു തരത്തിലുള്ള അതിരുകവിഞ്ഞ ബന്ധമോ അല്ലെങ്കിൽ ആ തരത്തിൽ പ്രതിയിൽ നിന്നും ഏതെങ്കിലും തരത്തിലൊരു തട്ടിക്കൊണ്ടു പോകലോ പ്രലോഭനമോ ഉണ്ടായിട്ടില്ല എന്ന് അസന്നിഗ്ധമായാണ് അവർ മൊഴി കൊടുത്തത്. പക്ഷേ പോലീസ് തുടർന്നും ഈ കേസിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറാക്കിയത് പ്രോസിക്യൂഷൻ്റെ നിലപാടുകളിൽ വലിയ മാറ്റങ്ങളുണ്ടായി. പ്രോസിക്യൂഷൻ അമ്മയും അതുപോലെ തന്നെ പെൺകുട്ടിയും നൽകിയ മൊഴികൾ പ്രോസിക്യൂഷനെ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് മുൻകൂർ ജാമ്യം കൊടുക്കുന്നതിന് എതിർപ്പൊന്നുമില്ല എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ബോധിപ്പിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിലും മുൻപ് താങ്കൾ ഉന്നയിച്ച ജാമ്യം നൽകിയാൽ വർഗീയമായുള്ള ചേരിതിരിവിന് സാഹചര്യം ഉണ്ടാവുമെന്നുള്ള വാദം ആവർത്തിക്കുകയുണ്ടായി. സദാചാര പോലീസിങ്ങിനൊപ്പം വർഗീയതയും കൂട്ടിക്കുഴച്ച് ഇടുങ്ങിയ മനസ്സുള്ള ഒരു കൂട്ടവും കുറച്ച് പോലീസുകാരും നടത്തിയ നീക്കത്തിന്റെ മാനസികാഘാതം ഇവർക്ക് ഇതുവരെ തീർന്നിട്ടില്ല. വ്യക്തിത്വം വെളിപ്പെടുത്താൻ ഭയം, സാമൂഹികമായോ ശാരീരികമായോ ആക്രമിക്കപ്പെടുമോ എന്ന ഭീതി. ഒരാണും പെണ്ണും കൂടി നടത്തിയ വെറും ഒരു ബൈക്ക് സഞ്ചാരത്തിന്റെ മേലാണിതെല്ലാം എന്നോർക്കുക. ആ ബൈക്ക് യാത്രയിൽ അസ്വസ്ഥരായവരും അത് മതസ്പർദ്ധ വളരാൻ കാരണമാകുമെന്ന് കോടതിയിൽ വാദിക്കുന്ന പ്രോസിക്യൂഷനും കൂടി തുലാസിലാക്കിയ 23-കാരന്റെ ഭാവിക്ക് താത്കാലികമായെങ്കിലും രക്ഷയായത് പെൺകുട്ടിയുടെ അമ്മയുടെ സാമൂഹിക ബോധവും സഹജീവി സ്നേഹവും ദൃഢനിശ്ചയവുമാണ്. അപ്പോഴും പോലീസ് എടുത്ത കിഡ്നാപ്പിംഗ് കേസെന്ന വാൾ യുവാവിന്റെ തലയ്ക്കുമേൽ ഇപ്പോഴുമുണ്ട്. സമൂഹമെന്ന നിലയിൽ നമുക്ക് ലജ്ജിക്കാം. ന്യൂസ് മലയാളം, കാസർഗോഡ്.